ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും എപ്പോഴും. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ കയ്യിൽ ആകെ 20 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനൊരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മുന്നിൽ നോക്കുമ്പോൾ എനിക്ക് സാലറിയോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും വരാനില്ല. മുന്നോട്ട് നോക്കുമ്പോൾ ചിലവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കീർത്തന ഭാഗം ഞാൻ അറിയാതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ ഒരു റൂംമേറ്റാണ്. പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് താമസിക്കുന്നു. ജീസസ് യൂത്തൊന്നും അല്ല, ക്രിസ്ത്യാനിയോ അല്ല, അങ്ങനെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുമല്ല. പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പോകുന്നു, സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, 20 രൂപയുണ്ട് കയ്യിൽ, അത് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 7 മണിയായപ്പോൾ ഇയാൾ വീട്ടിൽ വന്ന് എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് പോയി. അപ്പോൾ കടമായിട്ടൊന്നുമല്ല, പുള്ളി എനിക്ക് തന്നിട്ടങ്ങ് പോയി. അപ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, എത്രത്തോളം സ്ട്രഗിൾസൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം, അവിടെയൊക്കെ ഒന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളിപ്പം തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കും.